സാധാരണ അമ്മയിൽ വരുമ്പോൾ തന്നെ എല്ലാവരും പോയി രജിസ്ട്രേഷൻ ഒപ്പിടാൻ ഒരു സന്തോഷമാണ് എല്ലാവരും കാണുന്നത്. ഞങ്ങൾ ഈ ഒരു കൊല്ലത്ത് ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ സാധാരണക്കാരിയാണ്, നമ്മുടെ സഹപ്രവർത്തകരെയൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞാൽ സിനിമ പോലും ഇപ്പോൾ ആർക്കും അധികമില്ല, ഉള്ളത് പറയില്ല. ഒരാളിപ്പോൾ സിനിമയിൽ അധികം അഭിനയിക്കുന്നില്ല. ഞങ്ങളൊക്കെ സീരിയലും അത് ഇതൊക്കെ ചെയ്താണ് നമ്മളൊക്കെ നിൽക്കണം. എൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. അപ്പോൾ ആ സമയത്ത് ഇവരെല്ലാവരും കൂടെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം. ആ സമയത്താണ് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇത് സൈൻ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മളൊരു പേപ്പർ തന്നു, നമ്മൾ സൈൻ, നമ്മുടെ ആൾക്കാരാണ് നിൽക്കുന്നത് ചുറ്റും. ഈ അകത്ത് കയറുമ്പോഴാണല്ലോ ഈ ബഹളവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എന്തിനാണോ ഇതിന് സൈൻ ചെയ്തത്. കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് നോക്കുമ്പോൾ ശരിയാണ്. എന്തിന് ഗോകുലം പാർക്കിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു, ഇതൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ആ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അറിഞ്ഞില്ല ഇതിനകത്ത് ഇത്രയും ബഹളം. അപ്പോൾ ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആദ്യം നമ്മൾ ഈശ്വര പ്രാർത്ഥന ഉണ്ടാവും, മരിച്ചുപോയവരെ ആദരിക്കലുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കട്ടെ. ഞാൻ അവിടെ നിന്ന് നിങ്ങൾ CCTV എടുത്തോ, ഞാൻ പറയുന്നുണ്ട്, അവർ പറയാനുള്ളതൊന്ന് പറയട്ടെ, നിങ്ങൾ ഇരിക്കുക, ഇത് കേൾക്കണ്ടേ എന്താ പറയണേന്നുള്ളത്. എന്തുകൊണ്ട് ഉണ്ണി ശിവപാൽ രാജിവെച്ചു, അല്ലെ മാറ്റി നിർത്തി, ഇതൊക്കെ നമുക്കും അറിയണ്ടേ. അതിനാണ് ജനറൽ ബോഡി വരെ വെച്ചത്. മെമ്മറി കാർഡിൻ്റെ വിഷയം അതും ജനറൽ ബോഡി വരട്ടെ എന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് ആരും മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അറിയാനതിന് മുമ്പ് ബഹളം തുടങ്ങി എങ്ങനെയാണ് ആരാ പറഞ്ഞു തരിക. അതുകൊണ്ടൊന്നും സംസാരിച്ചിട്ടില്ല. നമ്മൾ ആരും അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല, സംസാരിക്കാൻ സമയം തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ആദ്യം കയറി ഇത് പറയണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ആരും സമ്മതിച്ചു കൊടുക്കുമോ? ഈ പറയുന്ന സെക്രട്ടറിയാണ് ഇതിൻ്റെ എല്ലാം. ഞാനൊരു സെക്രട്ടറി ആയിട്ട് പറയാം, സെക്രട്ടറിയാണ് ഏറ്റവും കൂടുതൽ ഒരു സംഘടനയിൽ പ്രവർത്തിക്കേണ്ടത്. പ്രസിഡന്റിന് വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ രണ്ടുപേരും. ഇത് സെക്രട്ടറി ചെയ്യാത്ത കാര്യങ്ങളാണോ എന്താണോ എന്ന് നമുക്കറിയില്ല. അവരാണ് പറയേണ്ടത് ഇന്ന പോലെ ഉണ്ടായി, ഉണ്ണി ശിവപാൽ ഇങ്ങനെ പ്രശ്നം, അതൊന്നും ആരും പറഞ്ഞിരുന്നില്ല, ചോദിച്ചില്ല. ഏറ്റവും ആദ്യം അവിശ്വാസ പ്രമേയം എന്നാണ് പറയണത്. അപ്പോൾ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു സംഘടനയ്ക്കകത്ത് നിന്ന് സഹോദരന് തുല്യമാണ്, മകൾക്ക് തുല്യമാണ്, അമ്മയാണ്, മക്കളാണെന്നൊക്കെ പറയുന്നവർ ഇതുപോലെ ചെയ്യരുത്. ഇനിയും പുറത്തിറങ്ങി മാധ്യമങ്ങളോട് ഇപ്പോൾ കോടതി നിയമപരമായിട്ട് ഇരുത്തിയിരിക്കുന്ന ഒരാളെക്കുറിച്ച് ഇനിയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. അത് തെറ്റാണ്. കാരണം കോടതിക്ക് നിയമലംഘനമാണ് നമ്മളിപ്പോൾ ചെയ്യണത്, അല്ലേ? കോടതി ഒന്നുമില്ലാതെ ഭരിച്ചോളാൻ പറയില്ലല്ലോ, കോടതിയെ മാനിക്കണ്ടേ. ഞാനൊക്കെ കോടതിയെ മാനിക്കുന്നു. ഞാൻ ശ്വേതയുടെ ഒപ്പം തന്നെ നിൽക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.